ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടാതെ അതിനെ പേടിക്കാതെ തന്നെ നമുക്ക് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ക്രിയേറ്റേഴ്സിനും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് യൂട്യൂബിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് നമ്മുടെ ആ വീഡിയോയ്ക്ക് ഒരു സ്ട്രൈക്ക് കിട്ടല്ലേ, ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ആ വീഡിയോയ്ക്ക് കിട്ടരുത്. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത്. ഈ പേടിയെ മാറ്റിമറിക്കുന്ന ഒരു പുതിയ അടിപൊളി അപ്ഡേറ്റ് ആണ് യൂട്യൂബിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഈ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇനി മുതൽ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടാതെ അതിനെ പേടിക്കാതെ തന്നെ നമുക്ക് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ഈ അപ്ഡേറ്റ്, അത് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അപ്ഡേറ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയും ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഒരു പ്രീ പബ്ലിഷിംഗ് ചെക്കിംഗ് ഉണ്ട്. അതായത് ആ വീഡിയോ പബ്ലിഷ് ആവുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ചെക്കിംഗ് അവിടെ നടക്കാറുണ്ട്. ഇത് ഡെസ്ക്ടോപ്പിലൂടെ അല്ലെങ്കിൽ ക്രോമിലൂടെ അപ്ലോഡ് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം ആ വീഡിയോ അപ്ലോഡ് ആകും, അതിനുശേഷം അത് HD ക്വാളിറ്റി ആണോ അതോ 4K ക്വാളിറ്റി ആണോ അതിനനുസരിച്ചുള്ള പ്രോസസ്സിംഗ് നടക്കും. അതിനുശേഷം അവിടെ ഒരു ചെറിയ ചെക്കിംഗ് നടക്കാറുണ്ട്. പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാറില്ല. അവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളും മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ. അതായത് നമ്മൾ എന്തെങ്കിലും പാട്ടുകളും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടോ, അതുപോലെ മോണിറ്റൈസ് ആയ ചാനലാണെങ്കിൽ അവിടെ ആഡ് സ്യൂട്ടബിലിറ്റി, ഈ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെക്ക് ചെയ്യാറുള്ളൂ. ഇവിടെ ഈ ചെക്കിങ്ങിനുള്ളിൽ തന്നെ യൂട്യൂബ് മറ്റൊരു ഫീച്ചറും കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇനി മുതൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ആ വീഡിയോ യൂട്യൂബ് ചെക്ക് ചെയ്തിട്ട് ഇത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ യൂട്യൂബ് നമ്മളോട് പറയും. അതായത് എന്തെങ്കിലും ഹേറ്റ് സ്പീച്ച് വയലേഷൻ ഉണ്ടോ, ഡേഞ്ചറസ് പോളിസി വയലേഷൻ ഉണ്ടോ, അതുപോലെ ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റ് വയലേഷൻസ് ഉണ്ടോ, ഇതുപോലെ ഏത് രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലേഷൻസ് നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഇത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബ് ചെക്ക് ചെയ്തിട്ട് നമ്മളോട് പറയും. അഥവാ നിങ്ങളുടെ ഈ വീഡിയോയിൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലേഷൻസ് ഉണ്ടെന്ന് ഇവിടെ ചെക്ക് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ കയ്യിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഇതിനെ നിങ്ങൾ മുന്നോട്ട് പബ്ലിഷ് ചെയ്യുന്നത് അവിടെ അങ്ങ് നിർത്തുക, ഇതിനെ പബ്ലിഷ് ചെയ്യരുത്. ഈ വീഡിയോയിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇതിനെ വീണ്ടും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും ഇതിനെ അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രൈക്ക് കിട്ടുന്നതിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് അവിടെ കിട്ടത്തില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ വീഡിയോയിൽ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോയി ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഓൺ യുവർ ഓൺ റിസ്ക്. കാരണം യൂട്യൂബ് നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞു, ഹെൽപ്പ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ വീഡിയോയുടെ ഒരു പാർട്ടിൽ ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലേഷൻ ഉണ്ട്, ഈ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അതിനുശേഷവും നിങ്ങൾ മുന്നോട്ട് പോയി ഇതിന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ റിസ്ക് മാത്രമായിരിക്കും. ഇവിടെ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഏജ് റെസ്ട്രിക്ഷൻ കിട്ടിയെന്ന് വരാം, നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടിയെന്ന് വരാം, അതുപോലെ നിങ്ങളുടെ മോണിറ്റൈസേഷനും നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. അപ്പോൾ ഇതാണ് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഫീച്ചർ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇനി മുതൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടില്ല, കുറച്ച് യൂട്യൂബേഴ്സിന് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സ്പെരിമെൻറ്റിനായിട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് അറിയാനായിട്ട്. ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇനി മുതൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടാവുന്നതുമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.